ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു പ്രഷർ ഫൂട്ടും ഒരു അറ്റാച്ച്മെൻറ്റുമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ സാധാരണ പ്രഷർ ഫൂട്ട് അഴിച്ച് മാറ്റിയിട്ട് ഈ പ്രഷർ ഫൂട്ട് നമ്മളതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 3 വർക്കുകൾ നടക്കും. നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കൂടാതെ ലെഫ്റ്റ് പൈപ്പിങ് റൈറ്റ് പൈപ്പിങ് അടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ലെഫ്റ്റ് റൈറ്റ് അടിക്കാൻ വേണ്ടി 2 പ്രഷർ ഫൂട്ടുകൾ, അതായത് ലെഫ്റ്റ് അടിക്കാൻ ഒരു പ്രഷർ ഫൂട്ട്, റൈറ്റ് അടിക്കാൻ ഒരു പ്രഷർ ഫൂട്ട്, അത് മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുക. ഈ ഒരു പ്രഷർ ഫൂട്ടാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് നീഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ പൈപ്പിങ് വെച്ച് അടിക്കാൻ പറ്റും. ഇപ്പോൾ വീണ്ടും നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ പ്രഷർ ഫൂട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രഷർ ഫൂട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിപ്പോൾ വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതുകൊണ്ടോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ ഒരു ബീഡിങ് ഉള്ള ഭാഗം അടിക്കുകയാണ്. ഇതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ലെഫ്റ്റ് ഫൂട്ടാണ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് നോർമലായിട്ട് ഈ ഒരു ഫൂട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും, അത് കൂടാതെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരു ഫുൾ പ്രഷർ ഫൂട്ടിട്ട് അടിക്കുന്ന പോലെ അടിക്കാനും പറ്റും നമുക്കിതിൽ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ പരമാവധി ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് കമൻറ്റും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ ചാനലാണ്, നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആ വീഡിയോ നോക്കി മനസ്സിലാക്കിക്കോ, അതെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്ന്. ഇപ്പോൾ മാഗ്നറ്റൊക്കെ വെച്ച് ഇപ്പോൾ ബിഗിനേഴ്സാണ് ടൈലറെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പീസ് കൺട്രോൾ ചെയ്യാനൊന്നും ആവില്ല. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ നല്ലൊരു ടൈലേഴ്സ് ആണെങ്കിൽ തന്നെ മാസ്സായിട്ട് അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ അടിക്കാനുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് ഒരേ മെഷർമെൻറ്റിൽ അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പാർട്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കത് എത്ര വീതിയിലാണെങ്കിലും ഇച്ചിരി തിക്നെസ് കൂടിയതാണെങ്കിലും അത് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈറ്റിൽ വേണമെങ്കിൽ വയ്ക്കാം. നമുക്ക് എത്ര വീതിയിൽ വേണമെങ്കിലും മാറ്റി വെച്ച് നമുക്കതിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ടൈലേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. കാരണം നമുക്ക് ഒരേ അളവിൽ തന്നെ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. അത് നമ്മുടെ ഓരോരോ സ്റ്റിച്ചിങ്ങിനനുസരിച്ച് ഇപ്പോൾ കണ്ടോ ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ആ മെറ്റീരിയലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ആ ഒരേ അളവിൽ തന്നെയാണ് നമ്മളുടെ പീസ് നീങ്ങി പോകുന്നത്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇന്നത്തെ വീഡിയോ ഈ 2 പാർട്സ് മാത്രമാണ്. വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.